എനിക്ക് മടുത്ത ആൻസി. പാരമ്പര്യം തുടരണമെന്ന് എനിക്കില്ല, തുടരാൻ പാടില്ല. എനിക്കൊരു മകനുണ്ടായാൽ അവനെങ്കിലും ഇങ്ങനൊന്നായി തീരരുത്. എനിക്കുള്ളതെല്ലാം, ഈ ജീവിതവും ഈ സെറ്റപ്പും എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. നീ സമ്മതിക്കുമെങ്കിൽ. ആൻസി, പ്ലീസ്. പറ്റില്ലെന്ന് പറയരുത്. എനിക്കൊരു ജീവിതം തരൂ, പ്ലീസ്. നിന്റെ പഴയ കഥകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒന്നും എനിക്ക് കേൾക്കണ്ട. വിൻസെന്റ്, ഭർത്താവിന്റെ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി എനിക്ക് കഴിയില്ല. ഐ എം സോറി വിൻസെന്റ്. ആരും പുറത്തു പോകരുത്. നിങ്ങളുടെ കണക്കുകളെല്ലാം ഞങ്ങൾക്ക് പരിശോധിക്കണം. ഇൻകം ടാക്സിന്റെയും സെയിൽ ടാക്സിന്റെയും കമ്പൈൻഡ് റെയ്ഡാണ്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. മിസ്റ്റർ വിൻസെന്റ് തോമസ് എവിടെ? അറിയില്ല സർ, ഇന്നിവിടെ വന്നിട്ടില്ല. സാർ ചതിച്ചു. ഇൻകം ടാക്സ് റെയ്ഡ്. അവർ താഴെ ഓഫീസിൽ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെത്തു. കുമാർ, എന്തുണ്ട് ക്യാഷ് ബാലൻസ്? മോർ ദാൻ ലാക്സ്. കം ഓൺ, ഹറി അപ്പ്. അവന്റെ ഹെഡ് ഓഫീസും ഗോഡൌണും എല്ലാം നിങ്ങൾ സീൽ ചെയ്തു. ഗുഡ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. അവൻ രക്ഷപ്പെട്ടില്ലേ? മൂർഖനെ തല്ലിയിട്ട് കൊല്ലാതെ വിട്ട പോലെയായി. ചാവാതെ രക്ഷപ്പെട്ടെങ്കിലും അടി വളരെ സ്ട്രോങ് ആയിരുന്നു സാർ. അവന്റെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പൂട്ടിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറന്റുണ്ട്. ഇനി അയാൾ എവിടെ നിന്ന് കളിക്കാനാ? ഒരു ഗ്രൗണ്ട് ഇല്ലല്ലോ. കളി അറിയാവുന്നതിന് കളിക്കാൻ ഗ്രൗണ്ട് എന്തിനാടോ? എടുക്കാവുന്നത്ര പണവുമായിട്ടില്ല അവൻ രക്ഷപ്പെട്ടത്. ഞാനാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് അവൻ ഇതിനോടകം തീർച്ചയാക്കി കാണും. ഇനി അവന്റെ നീക്കങ്ങളെല്ലാം അപകടകരമായിരിക്കും. ഒന്നുകിൽ എന്റെ മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ എന്റെ ജീവൻ. രണ്ടിലൊന്നായിരിക്കും അവന്റെ ലക്ഷ്യം. അതിനൊന്നും ഇടവരില്ല സാർ. കേരളം മുഴുവൻ ഞങ്ങൾ വലവേശി കഴിഞ്ഞു. ഏറിയ 24 മണിക്കൂർ, അതിനപ്പുറം പോയില്ല. ഒരിക്കലും അവൻ പൊട്ടിച്ചെറിഞ്ഞ വലയാണത്. ഇല്ല സാർ, ഇത്തവണ അതുണ്ടാവില്ല. അവർക്കൊക്കെ എന്തോ ആകാമല്ലോ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആനപ്പുറത്തിരിക്കുമ്പോ പട്ടിയെ പേടിക്കേണ്ട കാര്യമുണ്ട്? പേടിക്കണോടോ? ഞാൻ വെറും കൊടിച്ചിപ്പട്ടിയല്ല, പേപ്പട്ടിയാണ്. അയ്യോ സാർ, ഞാൻ അവനിരിക്കുന്ന ആനയുടെ കാല് ഞാൻ വെട്ടും. മന്ത്രിസഭ ഞാൻ മറിച്ചിടും. ഈ ഇരിക്കുന്ന എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഞാൻ അതിനുവേണ്ടി ചെലവിടും. സാർ, അതൊരു കൈവിട്ട കളിയല്ലേ? കൈവിട്ട് കളിക്കാൻ നമുക്കിന്ന് കൈകളെങ്കിലും ഉണ്ടല്ലോ പീറ്റർ. നാളെ ചിലപ്പോൾ അവൻ ഈ കൈകൾ കൂടി വെട്ടിന്നിരിക്കും. ഈ മന്ത്രിസഭ മറിച്ചിടണമെങ്കിൽ കുറഞ്ഞത് 3 MLA-മാരെങ്കിലും കാലുമാറണം. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഏർപ്പാടായിരിക്കും അത്. അതിന്റെ പകുതി പണം കൃഷ്ണദാസിന് കൊടുത്താൽ ഒരു പക്ഷേ ഒന്ന് കോംപ്രമൈസ് ആകാൻ കഴിഞ്ഞെങ്കിലോ? ഞാൻ പോകാം. നോ, ഇനി രണ്ടിലൊരാൾ മതി. ഞാൻ അല്ലെങ്കിൽ അവൻ. കോംപ്രമൈസിന്റെ പ്രശ്നമേ ഇല്ല. എന്റെ കൂടെ നിൽക്കാൻ ഭയമുള്ളവർക്ക് പിരിഞ്ഞു പോവാം. സാർ, ഞാൻ അതല്ല പറഞ്ഞത്. സാറ് തെറ്റിദ്ധരിച്ചു.
നേരും നിറയുമില്ലാത്ത കൂട്ടരാ. നമ്മുടെ കാശ് വാങ്ങിയിട്ട് അസംബ്ലി ചെല്ലുമ്പോ മറിച്ചു കുത്തിയാൽ എന്ത് ചെയ്യും? പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊല്ലും ഞാൻ. മൂന്നിനെ ഞാൻ തട്ടിക്കളയും. സാറ് പ്രതിപക്ഷ നേതാവായിട്ട് ഇത് 10ാമത്തെ വർഷമാണ്. കുറെ പ്രസ്താവന ഇറക്കി, കുറെ വാക്കൗട്ട് നടത്തി. എന്ത് കാര്യം? ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? സാറിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതും പോട്ടെ, വ്യക്തിപരമായി എന്തെങ്കിലും? നക്കാപ്പിച്ച പെൻഷൻ അല്ലാതെ. താൻ പറയുന്ന ഒക്കെ കാര്യമാ. ചുമ്മാ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? പാസ്സാവണ്ടേ? പാസ്സായാലോ? പാസ്സാവില്ലെന്നേ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഞങ്ങൾ മാറിയതല്ലേ. എന്നാൽ ഇത്തവണ പാസ്സാകും. ഞാൻ പാസ്സാക്കും. അതെ സാറേ, 2 പേരുടെ ഭൂരിപക്ഷത്തിലല്ലേ അവന്മാരുടെ ഭരണം. 3 ഭരണകക്ഷി MLA-മാർ എന്റെ കയ്യിലുണ്ട്. കയ്യിലുണ്ടെന്ന് പറഞ്ഞ? കയ്യിൽ തന്നെ, എന്റെ പോക്കറ്റിൽ. 3 എണ്ണത്തിനെയും പണം കൊടുത്ത് ഞാൻ വാങ്ങിയതാ ലക്ഷക്കണക്കിന്. അവിശ്വാസ പ്രമേയം വന്ന ഞാൻ പറയുന്നിടത്ത് അവന്മാര് കുത്തും. ആരൊക്കെയാ കക്ഷികള്? കുഴിപ്പള്ളി തോമ, കൊണ്ടോട്ടി മൂസ, പിന്നെ നമ്മുടെ സാക്ഷാൽ തീപ്പൊരി കേശവൻ. ആഹാ, അവനും പോന്നു. പിന്നെ അല്ലാതെ, ചെല്ലേണ്ടത് ചെന്നപ്പോ തലയും കുത്തി വീണു. ഇത് വീണാൽ സാറായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ബെൻസ് കാറ്, സെക്രട്ടേറിയറ്റ്, ക്ലിഫ് ഹൗസ്. കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പക്ഷേയില്ല. ഭരിക്കുമ്പോഴും സുഖം തന്നെയാ. സാറ് സുഖിക്കുമ്പോ ഈയുള്ളവന് എന്താണാവോ ഒരു പ്രത്യുപകാരം? എന്ത് വേണമെങ്കിലും. വാക്കാണല്ലോ. എനിക്ക് ഒരു തന്തേ ഉള്ളൂ. എന്റെ ജീവൻ സാറിന്റെ കയ്യില. വിൻസെന്റ് എങ്ങാനും ഇത് അറിഞ്ഞാൽ ആദ്യം തലവെട്ടും. അത് കഴിഞ്ഞേ ചോദ്യമുള്ളൂ. താൻ പേടിക്കാടോ പണിക്കരെ. ഞാനില്ലേ, ധൈര്യമായിട്ട് പറഞ്ഞു. ആരൊക്കെയാ കാലുവാരികൾ? അവരൊക്കെ എവിടെയുണ്ട്? തീപ്പൊരി കേശവൻ, കൊണ്ടോട്ടി മൂസ, കുഴിപ്പള്ളി തോമ. മൂന്നെണ്ണത്തിനെയും മുല്ലയ്ക്ക കൊട്ടാരത്തിലാ താമസിപ്പിച്ചിരിക്കും. അസംബ്ലി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു കാറിൽ 3 പേരെയും കൂടെ തിരുവനന്തപുരത്ത് എത്തിക്കാനാ പരിപാടി. ഓരോരുത്തരുടെ മുറിയിൽ ഓരോ പെണ്ണുങ്ങളും ഉണ്ട്. പെണ്ണുങ്ങൾ? ആ, അന്തിക്കൂട്ടിന്. അത് ശരി, പെണ്ണുങ്ങൾ. തീപ്പൊരി കേശവൻ, കുഴിപ്പള്ളി തോമ, കൊണ്ടോട്ടി മൂസ. നിങ്ങൾ ചതിച്ചാൽ നാളെ അവിശ്വാസ പ്രമേയം പാസ്സാവും. മന്ത്രിസഭ രാജിവെക്കും. പക്ഷെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുമെന്നും ആ മന്ത്രിസഭയിൽ വകുപ്പില്ലാ മന്ത്രിമാരായി കയറിപ്പറ്റാമെന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ വേണ്ട. കൃഷ്ണദാസ് വീണ്ടും ജയിച്ചിരിക്കുന്നു സാർ. അയാളോട് പൊരുതാൻ നമുക്കുണ്ടായിരുന്ന ഏക ആയുധം പണമായിരുന്നു. ഇനി അതുമില്ല. ഉണ്ടടാ, ഉണ്ട്. ചങ്കൂറ്റം. എന്നെയും നിന്നെയൊക്കെ ഇവിടം വരെ എത്തിച്ചത് പണമല്ല, ചങ്കൂറ്റമാണ്. എന്തും ചെയ്യാനുള്ള ധൈര്യം ഒരു പ്യൂറ രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാൽ താർക്കാൻ കഴിയുന്നല്ലടാ നമ്മളുണ്ടാക്കിയ സാമ്രാജ്യം. നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. യെസ്, ഐ ആം ഗോയിങ് ടു കിൽ. ഞാൻ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? ആരോ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോ അത് കുമാറും പീറ്ററും ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങളല്ല എന്നറിഞ്ഞപ്പോ പറയടാ, നിങ്ങൾക്കും എന്നെ ചതിക്കണമെന്നുണ്ടോ? എങ്കിലിതാ. മരിക്കുന്നതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. പ്ലീസ് ബിലിയോസ്, പ്ലീസ്. പണിക്കർ നമ്മളെ ചതിച്ചു. ആ വിജയം ആഘോഷിക്കാൻ നാളെ ഡൽഹിക്ക് പോവുകയാണ്.
മോർണിംഗ് ഫ്ലൈറ്റ്. നാളത്തെ സൂര്യോദയം കാണാൻ പണിക്കരുണ്ടാവില്ല. കൃഷ്ണദാസ്, അവിശ്വാസ പ്രമേയം അതിജീവിച്ച ധീരനായ ആഭ്യന്തരമന്ത്രി. നാളെ ഇവിടെ നിന്ന് അവൻ തൃശൂർക്ക് പോവുകയാണ്. അവിടെ ഗസ്റ്റ് ഹൗസിൽ പാർട്ടിയുടെ ഒരു രഹസ്യ സമ്മേളനം കൂടിക്കഴിഞ്ഞാൽ അവനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ഞാൻ ഉറപ്പു തരുന്നു സാർ, കൃഷ്ണദാസ് നാളെ തൃശൂർ ഗസ്റ്റ് ഹൗസിൽ എത്തില്ല. വേണ്ട, നിങ്ങൾ ആരും വേണ്ട. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ കൃഷ്ണദാസ്. സാർ, ഇത്രയും നാൾ സാറ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ചു. ഇത് മാത്രം ഞങ്ങൾ പറയുന്നത് സാർ അനുസരിക്കണം. സാറിന്ന് ഇതൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല. എല്ലാം ഞങ്ങൾ ചെയ്തോളാം. പറയുന്ന അനുസരിക്കും പ്ലീസ്. പണിക്കരോട് എങ്ങനെ നന്ദി പറയണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എനിക്ക് നന്ദിയല്ല, പ്രൊട്ടക്ഷനാണ് സാർ ആവശ്യം. ഇതിനോടകം വിൻസെന്റ് അറിഞ്ഞിരിക്കും. അവൻ എന്നെ കൊല്ലും. ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. നാളെ രാവിലെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. കേരള ഹൗസിൽ നിങ്ങൾക്ക് റൂം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജോർജ് തോമസ് എന്ന പേരിൽ. ആരും നിങ്ങളെ തിരിച്ചറിയില്ല. ഒരു 15 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നാൽ മതി. അപ്പോഴേക്കും വിൻസെന്റ് ഗോമസിനെയും കൂട്ടി ഞാൻ ഒതുക്കി കഴിഞ്ഞിരിക്കും. നിങ്ങളൊന്നും പെട്ട, എല്ലാം ശരിയാവും. ഹലോ, ആ ബാറിന്ന് കണക്ട് ചെയ്യൂ. ബാറല്ലേ, 102ലേക്ക് 2 പെഗ് വിസ്കിയും സോഡയും. അതങ്ങ് ചെന്ന് കഴിയുമ്പോ ടെൻഷനൊക്കെ മാറും. സുഖമായിട്ട് കിടന്നുറങ്ങണം. ഗുഡ് നൈറ്റ്. Yes, come in. ഓപ്പണറില്ലേ സോഡ പൊട്ടിക്കാൻ? പീറ്റർ പ്ലീസ്, പീറ്റർ പ്ലീസ്. അവിശ്വാസ പ്രമേയം അതിജീവിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ പ്രതിച്ഛായൊക്കെ ഒന്ന് നന്നായി. സാറായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു റൂമറുണ്ട്. ഞാനും കേട്ടു. ഹൈക്കമാൻഡിന്റെ തീരുമാനം അതാണെങ്കിൽ സ്വീകരിക്കാതിരിക്കാൻ വയ്യല്ലോ. പുതിയ നയപരിപാടികൾ എന്തെങ്കിലും? വരട്ടെ, നോക്കാം. അങ്ങനെ അങ്ങ് ഭയപ്പെട്ട് പിന്മാറുന്നവനൊന്നും അല്ല ഞാൻ. ഈ നാട്ടിൽ ആഭ്യന്തരമന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ എന്ന് പറഞ്ഞാലോ? നോ. ഇന്നല്ലെങ്കിൽ നാളെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സാർ, ഞാൻ പറഞ്ഞത് വി ക്യാൻ ട്രൈ ഫോർ എ ഹെലികോപ്റ്റർ. വേണ്ട, നാഷണൽ ഹൈവേയിലൂടെ തന്നെ ഞാൻ പോകും. സെക്യൂരിറ്റിയുടെ ചാർജ് നിങ്ങൾക്കല്ലേ? മേക്ക് ഇറ്റ് ഡബിൾ ഓർ ട്രിപ്പിൾ. വഴിക്കുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും വിവരം അറിയിക്കണം. എല്ലാവരും അലർട്ടായിരിക്കട്ടെ. യെസ് സാർ. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ കാറിൽ പോയാൽ പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയും. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ. വേണ്ട, നമുക്ക് ആ കാറിൽ പോവാം. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ടാലോ? അങ്ങനെയല്ല ദാസി, കൃഷ്ണൻകുട്ടി പറഞ്ഞതിന് കാര്യമില്ല അതില്ല. ശരി, നമുക്കതിൽ അതാ നല്ലത്.
മോണിറ്ററോടെ നോക്കൂ, എന്നോടെങ്കിലും പറയൂ, നിങ്ങൾ എവിടെ പോകുന്നു? എന്താ ഇതൊക്കെ? കൃഷ്ണദാസിന്റെ നിഴലിൽ മരണം ഒളിച്ചു കളി തുടങ്ങി. നാം തമ്മിൽ ഇനി കണ്ടതുമില്ല. ഏയ്, അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. വിൻസെന്റ് ഗോമസിനെ പിടിച്ചോ? അയാളെ കിട്ടിയിട്ടില്ല, പക്ഷെ അയാളുടെ കൂട്ടത്തിലുള്ള രണ്ടും തീർന്നു. എന്നാലും ഇവന്റെ കുറിച്ച് ചങ്കൂറ്റം. ഹലോ, ഗസ്റ്റ് ഹൗസ് അല്ലേ? കൃഷ്ണദാസിനൊരു അപകടം. ആ, കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സാർ. മന്ത്രി കൃഷ്ണദാസിന് അപകടം വരാൻ ആ, അപകടം ഉണ്ടായി. അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഫോണിന്റെ ഒരു ബഹളം. അല്ല, മുഖ്യൻ ഒഴിഞ്ഞു തരട്ടെ. 8-10 കൊല്ലമായില്ലേ, ഇങ്ങനെയുണ്ടോ ഒരു ഇരിപ്പ്? അത് തന്നെയുമല്ല, അവിശ്വാസ പ്രമേയം ഉണ്ടായി. 3 MLA-മാരെ കാണാതായി. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അങ്ങേരൊന്ന് അനങ്ങിയോ? പിന്നെ കൃഷ്ണദാസ് ഒരാളില്ലായിരുന്നെങ്കിൽ ചക്ക വെട്ടിയിട്ടതുപോലെ ഈ മന്ത്രിസഭ താഴെ വീണത്. ഉള്ളത് പറയാമല്ലോ, ഇനി ഒരു ഇലക്ഷൻ വന്നാൽ കച്ചിയടിക്കുന്ന പ്രശ്നമേ ഇല്ല. നിലനിൽക്കണോ കൃഷ്ണദാസിനെ മുഖ്യമന്ത്രിയാക്കണം. നിങ്ങൾ ഘടകകക്ഷികൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോ ഞങ്ങൾ വിചാരിച്ചാലും അങ്ങേരുടെ കസേര തെറിച്ചെന്നിരിക്കും. എന്താ മിസ്റ്റർ കൃഷ്ണദാസിന്റെ അഭിപ്രായം? രാജ്യവും ജനങ്ങളും എന്നെയാണ് ഉറ്റുനോക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനായിട്ടൊന്നും ആവശ്യപ്പെടുന്നു എന്ന് ജനങ്ങൾ അറിയരുത്. നിങ്ങളും ഘടകകക്ഷികളും പാർട്ടിയും നിർബന്ധിക്കുന്നു എന്ന് പറയണം. അതെ, എന്ത് ചെയ്യണമെങ്കിലും ഉടനെ ചെയ്യണം. സമയം വൈകിയ മുഖ്യൻ എന്തെങ്കിലും തരികിട കാണിക്കും. കാഞ്ഞ മോനല്ലേ. പ്ലീസ്, എന്റെ രാജമോന്റെ അച്ഛനെ കൊല്ലരുത്.